ഗൈസ് എക്സാം ഒക്കെ ആയതുകൊണ്ട് അങ്ങനെ പുറത്തൊന്നും അധികം പോകാറില്ലായിരുന്നു. ഇന്ന് എന്തായാലും വിചാരിച്ചൊന്ന് പുറത്തൊക്കെ ഇറങ്ങി ശുദ്ധവായു ഒന്ന് കൊള്ളാമെന്ന്. ആദ്യം ഞങ്ങളൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി ചിക്കൻ മേടിച്ചു. ഇന്നപ്പോൾ ചിക്കൻ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. എക്സാം ഒക്കെ ആയതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് ഒന്ന് കുക്ക് ചെയ്തിട്ട് ദിവസങ്ങളായി. അപ്പോൾ ഇന്ന് വിചാരിച്ചു എന്തായാലും എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ മസാലയൊക്കെ തേച്ച് നന്നായിട്ട് വച്ചിട്ടുണ്ട്. 1 hour കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ അത് ഫ്രൈ ചെയ്തു. ഒന്നവിടെ നിന്നേ, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരെന്താണെന്നറിയാമോ? ക്രീമി ഗാർലിക് ചിക്കൻ. അപ്പോൾ പേര് പോലെ തന്നെ ഈ ഒരു ഐറ്റത്തിന് കുറച്ച് ക്രീം അധികം വേണം കേട്ടോ. പിന്നെ ഇത് മാത്രമായിട്ടിരുന്ന് കഴിക്കാം. ഇതിൻ്റെ കൂടെ റൈസോ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റ് വാ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നേരെ പിന്നെയും പഠിത്തത്തിലോട്ട്. ദാണ്ടേ പാവയും കെട്ടിപ്പിടിച്ചിരുന്ന് പഠിക്കുന്ന സ്മരണയെ നിങ്ങൾ കണ്ടോ? പിന്നെ ഉണ്ടല്ലോ, ഈ സ്റ്റഡീസിൽ എന്നെ ഏറ്റവും കൂടുതൽ പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടിയാണ് സ്മരൺ. മിക്ക പ്രാവശ്യവും ഞങ്ങൾ ഒന്നിച്ചൊക്കെ ആയിരിക്കും ഇരുന്ന് പഠിക്കുന്നതൊക്കെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ ട്യൂഷൻ ടീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിരിക്കുമ്പോഴാണ് ഗൈസ് പെട്ടെന്ന് ഒരു ഇടിവെട്ടും അങ്ങ് തകർപ്പനൊരു മഴയും. പിന്നെ വിചാരിച്ച് കുറച്ച് സ്നാക്സൊക്കെ അങ്ങ് ഉണ്ടാക്കാന്നേ. കണ്ടില്ലേ, ഞാൻ ഉണ്ടാക്കിയ ഫ്രഞ്ച് ഫ്രൈസാണ്. ഇതാണ് എൻ്റെ വീട്ടിലെ എൻ്റെ ഫ്രഞ്ച് ഫ്രൈസ്. പിന്നെ ഇതിൻ്റെ കളറും അതിൻ്റെ ഒരു കോലവും കൊണ്ട് ആരും വിലയിരുത്തരുത് കേട്ടോ. നമുക്ക് ടേസ്റ്റ് അല്ലേ പ്രധാനം, അത് നോക്കിയാൽ പോരെ അല്ലേ. പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ ഒരു ഹോട്ട് ചോക്ലേറ്റും കൂടി. പറ്റിച്ചേ, ഇത് ഹോട്ട് ചോക്ലേറ്റ് ഒന്നുമല്ല, ഇതേ കാര്യം പറഞ്ഞു ജസ്റ്റിയെ പറ്റിച്ചു ഗൈസ്. അപ്പോൾ എന്നോട് ജസ്റ്റ് ചോദിക്കുക ഹോട്ട് ചോക്ലേറ്റിൽ എന്തിനാ ഏലക്കയെന്ന്. ഞാൻ ശരിക്കും പറഞ്ഞൊരു ചായ ഉണ്ടാക്കിയതാണ്. കഴിഞ്ഞ ദിവസത്തിന് ഓഫറിനൊരു പാൽപ്പൊടി കണ്ടു മേടിച്ചതാ. ലാസ്റ്റ് പണി കിട്ടി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.